ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ട്രാവൽ കപ്പിൾ വ്ളോഗ്സ്. യാത്ര ഒരുപാട് നമ്മൾ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മൾ 4 പേരും. അപ്പോൾ പണ്ടെങ്ങാണ്ട് നമ്മൾ സ്കൂളിൽ പഠിച്ചൊരു ഗുഹയുണ്ടല്ലോ, എടയ്ക്കൽ ഗുഹ. ഇന്ന് അവിടേക്കാണ് ഞങ്ങളുടെ പോക്ക്. വയനാട്ടിലെ സീരീസ് ഒരുപാട് നമ്മൾ കഴിഞ്ഞു, പക്ഷേ ഈ വീഡിയോ അല്പം ലേറ്റായി. അല്പമല്ല, എനിക്ക് തോന്നുന്നു 4-5 മാസത്തോളമായി. എന്തായാലും ഇന്ന് നമ്മൾ കുട്ടിക്കാലത്ത് പഠിച്ച് നമ്മുടെ സ്വന്തം എടയ്ക്കൽ ഗുഹ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. എനിക്കറിയില്ല എങ്ങനെയാണെന്ന്, എനിക്കല്ല, ഞങ്ങൾക്ക് 4 പേർക്കും അറിയില്ല എങ്ങനെയാണെന്ന്. എന്തായാലും നമുക്ക് പോയി നോക്കാം. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തതിന് ശേഷം മുകളിലോട്ട് കയറി പോവുകയാണ് കേട്ടോ. ആഹാ, നല്ല കയറ്റമാണ്, കുത്തനെയുള്ള കയറ്റമാണ്. 4 പേരെ കൊണ്ടും അത്യാവശ്യം സൈസും തടിയൊക്കെ ഉള്ളതുകൊണ്ട് കയറി പോകാനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിലും കുഴപ്പമില്ല, കമ്പിയൊക്കെ കൊണ്ട് പിടിച്ചൊക്കെ ഞങ്ങൾ കയറുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് മുകളിലോട്ട് പോയി എന്താണ് എടയ്ക്കൽ ഗുഹ, നമ്മൾ ഈ അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ പഠിച്ചിട്ടുള്ളൂ. അതിനെപ്പറ്റി കണ്ടാൽ മാത്രമേ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാനും ഒക്കെ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് കണ്ട് കളയാം. എന്തായാലും വയനാട് വരെ എത്തിയില്ലേ, അതും കൂടി ഒന്ന് കാണാം. നമ്മൾ പഠിച്ച സാധനം നമ്മൾ നേരിട്ട് കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ ടിക്കറ്റ് റേറ്റാണ് നിങ്ങൾ ഈ കണ്ടത് കേട്ടോ. അഡൾട്ട് 50, ചിൽഡ്രൻ 30. അപ്പോൾ റേറ്റൊക്കെ കണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകണം. ആ സ്റ്റെപ്പാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇനി നമുക്ക് നേരെ മുകളിലോട്ട് പോകാം. നമ്മുടെ മുമ്പിൽ 2 ഇണക്കുരുവികളുണ്ട്. കുഴപ്പമില്ല, അവരെയൊക്കെ നമുക്ക് ഒഴിവാക്കാം. നമുക്ക് നേരെ മുകളിലോട്ട് പോകാം. ഒരു കാര്യം മനസ്സിലായി, വയനാട് അത് കാണേണ്ടത് തന്നെയാണ്. ഇതിൽ 6000 വർഷം മുൻപ് മുതൽ ട്രൈബൽസ് ഇവിടെ സ്റ്റോണേജ് പീപ്പിൾസ് സ്റ്റെപ്പ് താമസിച്ചിട്ടുണ്ട്. സമയത്ത് അവർക്ക് കമ്മ്യൂണിക്കേഷൻ പർപ്പസ് വേണ്ടി വരച്ചെടുത്ത് പന്ത്രണ്ട് ചിത്രങ്ങളാണ്. ആ സമയത്ത് ലാംഗ്വേജ് ഇല്ലാത്തതുകൊണ്ട് ചിത്രങ്ങളിലാണ് അവർ കമ്മ്യൂണിക്കേഷൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ നിയോളിത്തിക്ക് പാലിനത്തൊക്കെ ഏജസ് പഠിക്കുന്നു. പാലിനത്തിക്ക് 10,000 years old. അതുകൊണ്ട് പേര് ഇവിടെ പലതരത്തിലുള്ള ചിത്രങ്ങളാണ്. അതിൽ മെയിൻ ചിത്രം ഇതാണ്, ട്രൈബൽ ലീഡറോട് കണ്ടേ. ഇത് സെലിബ്രേഷൻ ബാക്ക് സൈഡ്, ഫ്രണ്ട് വ്യൂ, ഇത് ബാക്ക് വ്യൂ. ഈ റൗണ്ട് കാണുന്ന ഒരു മുഖം, മുഖത്തിന് വലത്തെ സൈഡ് ഒരു ആനടി, മുകളിൽ ഒരു സ്ത്രീ രൂപവും തൊട്ടടുത്ത് ഒരു കുട്ടിയുടെ കാണുന്നു. ഈ റൗണ്ട് കാണുന്നത് സൂര്യൻ, സൂര്യന്റെ മുകളിൽ ഒരു പീക്കോ മയിൽ. അവിടെ സ്റ്റെപ്പോടെ കാണുന്നത് ഒരു ഉന്തുവണ്ടി അടിക്കുന്നു. അതിന്റെ നടുക്കായിട്ട് 2 ചെറിയ വീലുകളുണ്ട്. നമുക്ക് അവിടെ ഒരു ഉന്തുവണ്ടി അടിക്കുന്നുണ്ട്. അതിന്റെ നടുക്കായിട്ട് 2 ചെറിയ വീലുകളുണ്ട്, കാണുന്നില്ല. ഇതിനൊക്കെ നമ്മൾ ഏകദേശം ഒരു 6000 വർഷം ഉന്തുവണ്ടിയൊക്കെ വരാൻ കാരണം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് 6000 വർഷങ്ങൾക്ക് ശേഷം കുട്ടികൾ ജനങ്ങളിവിടെ താമസിച്ചെന്നാണ് പറയപ്പെടുന്നത്. അതാണ് ഈ ഉന്തുവണ്ടിയുടെ ചിത്രങ്ങൾ വരാൻ കാരണമുള്ളത്. ഓക്കെ, ഇനി ഇവിടെ ഒരു സ്ത്രീ ഇതൊരു വൈറ്റ് ആനിമലാണ്. വൈറ്റ് ആനിമൽ ചിത്രം, അതൊരു സ്റ്റിക്മാൻ, ഇതൊരു പാം ട്രീ. ഇത് 2 ഒരു മാൻ. ഇത് സ്ക്രിപ്റ്റാണ്. ബ്രാഹ്മി തമിഴും പ്രാചീന സംസ്കൃതവും 2 സ്ക്രിപ്റ്റ് ഉണ്ട്. അപ്പോൾ രണ്ടും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളതാണ്.
ബ്രാഹ്മി തമ്മിൽ എഴുതിയിരിക്കുന്നത് പല പുലി, താത്താക്കാരി, വേടുങ്കോമലെ, കച്ചവനു, ചത്തി എന്നിങ്ങനെ പല പുലിയെ കൊന്ന് ധൈര്യശാലിയായ ഒരു നേതാവ് ഗുഹയിൽ താമസിക്കുന്നതാണ്. പ്രാചീന സംസ്കൃതത്തിലെ ശ്രീ വിഷ്ണുവർമ്മന കുടുംബീയ കുലവർദ്ധനസ്ഥിരിക്കുന്നത്. അതായത് വിഷ്ണുവർമ്മൻ എന്ന് പറയാൻ താമസിച്ചിരുന്നു. കുടുംബീയ ഗോത്രത്തിൽപ്പെട്ട അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും കുലത്തിൻ്റെയും ശ്രേയസിന് വേണ്ടിയിട്ട് ഇങ്ങനെ പലതരത്തിലുള്ള ചിത്രങ്ങളാണ്. ഇത് നമ്മുടെ തെയ്യം കരകാട്ടം എന്നൊക്കെ പറയുന്ന ട്രഡീഷണൽ ഡാൻസ്. ഇങ്ങനെ പലതരത്തിലുള്ള ചിത്രങ്ങളും ലിപികളുമാണ് ഇവിടെയുള്ളത്. കണ്ടുപിടിച്ചത് 1894 അന്നത്തെ മലബാറിൻ്റെ പോലീസ് സൂപ്രണ്ടായിരുന്ന ഫെഡറിക് ഫൗസ്റ്റ് എന്ന് പറയുന്ന ബ്രിട്ടീഷുകാർ. സീ ലെവലിൽ നിന്ന് 4000 ഫീറ്റ് ഹൈറ്റിൽ സ്ഥിതി ചെയ്യുന്നു. ഇത് റോക്ക് ഷെൽട്ടറായിട്ട് ഉപയോഗിച്ച താമസ സ്ഥലമാണ്. അപ്പോൾ മഴ പെയ്യുമ്പോൾ വെള്ളം ഇവിടെ ഡ്രെയിനേജ് ഉണ്ട്. ഡ്രെയിനേജിൽ വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, നാച്ചുറലാണ്. അതുകൊണ്ടാണ് അവർ റോക്ക് ഷെൽട്ടറായിട്ട് ഉപയോഗിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് താമസിച്ചു. കണ്ടുപിടിക്കുന്ന 1894. നമുക്ക് അവിടെ ഇനി ഒരു വ്യൂ പോയിന്റ് കൂടി കാണാം. റോക്കറ്റിന് ജസ്റ്റ് കാണാം. ഒരു കാര്യം ഉറപ്പാണ്, ഈ യാത്ര നമ്മുടെ 4 പേരുടെ ജീവിതത്തിലെ അതിമധുരമേറിയ ഓർമ്മകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ 2 പേർ ദുബായിലാണ്. അവർ അവിടെ ഇരുന്നാകും ഈ വീഡിയോ കാണുന്നത്. യാത്രകൾ അത് എത്തിച്ചേരുന്ന സ്ഥലത്തേക്കാൾ അതിമനോഹരമാണ് അതുവരെയുള്ള യാത്ര.